ചാമ്പ്യൻസ് ട്രോഫി വേദിയെ ചൊല്ലി ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം കൂടുതൽ സങ്കീർണമാകുന്നുവെന്ന് വാർത്ത. പാകിസ്ഥാനിൽ കളിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇന്ത്യയെ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ താരങ്ങൾ രംഗത്ത് വന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി അനിൽ വാസുദേവ് ചേർന്നു. അനിൽ, ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള ബന്ധം പണ്ടേ വഷളാണ്. ഈ പ്രശ്നം വന്നപ്പോൾ കൂടുതൽ വഷളാകുമോ? അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. 2008 മുതൽ, അതായത് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ ഇതുവരെ കളിക്കാൻ പോയിട്ടില്ല. അവരുമായിട്ടുള്ള എല്ലാ ബൈലാറ്ററൽ ക്രിക്കറ്റ് ബന്ധങ്ങളും ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെ ഇന്ത്യയിലൊക്കെ നടന്ന ടൂർണമെൻറ്റുകളിൽ പാകിസ്ഥാൻ ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ സർക്കാർ എന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ ഒരു തരത്തിലും പാകിസ്ഥാനിൽ പോയി കളിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഏഷ്യ കപ്പ് വന്നപ്പോൾ ഇന്ത്യ ഇതുപോലെ കളിക്കാൻ തയ്യാറല്ല എന്നത് പ്രകാരം ഹൈബ്രിഡ് മാതൃകയിൽ, അതായത് ഇന്ത്യയുടെ മത്സരങ്ങളൊക്കെ തന്നെ ശ്രീലങ്കയിൽ വെച്ച് നടത്തുന്ന ആ തരത്തിലുള്ള ഒരു മാതൃകയാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത്. ഏറ്റവും പ്രബലമായിട്ടുള്ള ICCയിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള ബോർഡായിട്ടുള്ള BCCI ആയതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പാകിസ്ഥാന് മുട്ടുമടക്കേണ്ടി വന്നു. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫി ICC നടത്തുന്ന ടൂർണമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആ നിയമങ്ങളെ അട്ടിമറിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു മുൻകൂട്ടി കരുതുന്നത്, അല്ലെങ്കിൽ മുൻ ധാരണകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയാണ് ഇപ്പോഴും ആ ഒരു ICCക്ക് വേണ്ട ഫണ്ട് പോലും ഇന്ത്യയിൽ നിന്നാണ് കൂടുതലും കിട്ടുന്നത്. അതുകൊണ്ട് BCCAയോ ഇന്ത്യയെ പിണക്കാൻ ഒരിക്കലും ICC തയ്യാറാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത വർഷം, അതായത് 2025 ഫെബ്രുവരിയിലാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത്. പാകിസ്ഥാനിൽ വെച്ചാണ്. ഇന്ത്യ കഴിഞ്ഞ ദിവസം ICCക്ക് ഒരു കത്ത് അയച്ചിരുന്നു. ഒരു കാരണവശാലും പാകിസ്ഥാനിൽ പോയി കളിക്കില്ല എന്ന തരത്തിൽ. ഈ കത്ത് ICC പാകിസ്ഥാന് ഫോർവേഡ് ചെയ്തു. അപ്പോൾ പാകിസ്ഥാൻ ഇത് സംബന്ധിച്ച് അവരുടെ സ്പോക്ക് പേഴ്സൺ പറഞ്ഞു ഇന്ത്യ ഇതുപോലെ അങ്ങനെ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ്റെ മുഹമ്മദ് ഷഹസാദ് അടക്കമുള്ള ധാരാളം ക്രിക്കറ്റ് താരങ്ങൾ ഇന്ത്യക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ ഇന്ത്യ ടൂർണമെൻറ്റിൽ നിന്ന് സ്വയം പുറത്തു പോകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ICCയുടെ മനസ്സിലുണ്ടാവുക പാകിസ്ഥാൻ കളിച്ചില്ലെങ്കിൽ പോലും ഇന്ത്യ വേണം എന്നുള്ളതാണ്. ഇന്ത്യൻ ടീം ഇറങ്ങിയാൽ മാത്രമാണ് ICCക്ക് സാമ്പത്തികമായി പോലും ഈ ടൂർണമെൻറ്റ് ഒരു വിജയകരമാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയെ പിണക്കുക സാധ്യമല്ല. ഒരുപക്ഷെ ഈ ടൂർണമെൻറ്റിൽ പാകിസ്ഥാനിൽ നിന്ന് പറിച്ചു നട്ട് ദക്ഷിണാഫ്രിക്കയിൽ നടത്തുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ UAEയിൽ വെച്ച് നടത്തുക എന്നുള്ളതാണ് ഇതിലിനി നടക്കാൻ പോകുന്ന കാര്യം. എന്തായാലും ഈ തർക്കം കൂടുതൽ സങ്കീർണമാകുകയാണ്. ഒരു വേദി സംബന്ധിച്ച കാര്യത്തിൽ ICC അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ ഇതുപോലുള്ള വാക്പോരുകൾ തുടരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SKN. താങ്ക് യു അനിൽ വാസുദേവ്.